കൾച്ചർ എലമെൻസിൽ ഫസ്റ്റ് പറയുന്നതാണ് റിലീജിയൻ. റിലീജിയൻ ഈസ് എ മേജർ കൾച്ചർ ഇൻഫ്ലുവൻസസ് ദാറ്റ് എഫക്റ്റ് മെനി ആസ്പെക്റ്റ് ഓഫ് ലൈഫ് include the role of women in society, rules about food and beverage consumption, clothing habits and holiday activities. ഇപ്പോൾ സൊസൈറ്റിയിൽ വുമണിൻ്റെ റോള്, ഫുഡ് ഹാബിറ്റ്, ഡ്രസ്സിങ് ഹാബിറ്റ്സ്, ഹോളിഡേ ആക്ടിവിറ്റീസ് തുടങ്ങിയൊക്കെ എന്നതിന് ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ റിലീജിയൻ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. റിലീജിയൻ പ്രൊവൈഡ്സ് ദി best insight into the society's behavior and help answer the question of why people behave in a particular manner. Religious beliefs and practices can strongly influence what consumers buy or don't buy when they shop and how they conduct business. It is important for marketers to understand the influence of religion on consumer culture in the markets where they operate so that their marketing activities can be appropriately sensitive. Failing to respect religion beliefs or customers can seriously undermine the reputation of a company or brand. ഈ റിലീജിയസ് ബിലീവ്സിലൂടെ ഒരു ബിസിനസ് മാന് അനലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും കസ്റ്റമേഴ്സ് എന്തൊക്കെ ആക്സെപ്റ്റ് ചെയ്യും, അല്ല എന്തൊക്കെ എന്നതിന് ബൈ ചെയ്യും, എന്തൊക്കെ എന്നതിന് ബൈ ചെയ്യാതിരിക്കും എന്നല്ല. ഇങ്ങനെ എല്ലാം അനലൈസ് ചെയ്തതിനു ശേഷം മാത്രം അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് എന്നതിന് പ്രൊഡ്യൂസ് ചെയ്യണം. ഇനി ഇവരുടെ റിലീജിയൻസിനെ ഇമ്പോർട്ടൻസ് കൊടുക്കാതിരുന്നാൽ അത് കമ്പനിയുടെ എന്നൊരു റെപ്യൂട്ടേഷനെ, ബ്രാൻഡിനെ ബാധിക്കും. At the same time, marketers who are attuned to the impact of religion on local culture can find greater advantage in aligning marketing message and promotional opportunities to religious practice. For example, all the major world religions observe holidays that include feast and gift giving. The festival season tend to be prime shopping season as well. ഓരോ കൺട്രിയിലും ഓരോ റിലീജിയൻസും അവിടുത്തെ എന്തിനു പറയുന്ന റിലീജിയൻസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫെസ്റ്റിവൽസ് ഒക്കെ ആയിരിക്കും. ഈ ഓരോ ഫെസ്റ്റിവൽസിനായിരിക്കും അധികവും ഷോപ്പിംഗ് ഒക്കെ എന്നതിന് നടക്കുക. അപ്പോൾ ഏതൊക്കെയാണ് അവരുടെ റിലീജിയൻസ്, അവരുടെ ഫെസ്റ്റിവൽസ് ഏതൊക്കെയാണെന്ന് നേരത്തെ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് വേണം ഉണ്ടാക്കുവാൻ. റിലീജിയൻ ഷേപ്സ് ആൻഡ് ഇൻഫ്ലുവൻസസ് ദി ബിഹേവിയർ ഓഫ് പീപ്പിൾ. റിലീജിയൻ ഓൾസോ എഫക്റ്റ് വർക്ക് ആൻഡ് സോഷ്യൽ കസ്റ്റം. Values and attitude. A role of value in a society is to dictate what is acceptable or unacceptable. Values are part of the social fabric of culture and they can also be expressed individually, arising from the influence of family, education, moral and religious beliefs. നമ്മുടെ വാല്യൂസും ആറ്റിറ്റ്യൂഡുമാണ് എന്തൊക്കെയാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക, എന്തൊക്കെയാണ് അൺആക്സെപ്റ്റ് ചെയ്യുക എന്ന് തീരുമാനിക്കുന്നത്. എന്താണ് വാല്യൂ? Judgment about what is good or bad and desirable or undesirable in society is known as value. എന്താണ് നല്ലത്, എന്താണ് ചീത്ത, എന്താണ് യോജിച്ചത്, യോജിക്കാത്തത് തുടങ്ങിയവയെക്കുറിച്ചുള്ള ജഡ്ജ്മെൻ്റാണ് വാല്യൂ. Attitude is the tendency to respond positively or negatively towards a certain ideas, object, person or situation. ഒരു certain ideas, object, person അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിലോട് പോസിറ്റീവ്ലി ആയിട്ടാണോ നെഗറ്റീവ്ലി ആയിട്ടാണോ റെസ്പോണ്ട് ചെയ്യുന്നത് എന്നതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്. ഇനി ആറ്റിറ്റ്യൂഡിന് പ്രധാനമായിട്ട് 4 കമ്പോണൻസ് ഉണ്ട്. അഫക്റ്റീവ് എന്ന് വെച്ചാൽ ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് ആണ്. കോഗ്നിറ്റീവ്. എന്താണ് കോഗ്നിറ്റീവ്? ബിലീവ്സ് ഓർ ഒപ്പീനിയൻസ് ഹെൽഡ് കോൺഷ്യസ്ലി. കൊനാക്റ്റീവ്, ഇൻക്ലിനേഷൻ ഫോർ ആക്ഷൻ. ഇവാലുവേറ്റീവ് എന്താണ്? പോസിറ്റീവ് ഓർ നെഗറ്റീവ് റെസ്പോൺസ് ടു സ്റ്റിമുലി. Customs and traditions. Custom is more about practices where culture is more about idea or group or custom. A tradition is a belief that is passed down through a generation. ഒരു ട്രഡീഷൻ എന്ന് പറയുന്നത് ഒരു ബിലീവ് ആണ്. അത് ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് പാസ് ചെയ്ത് പോകുന്നവയാണ്. ദ ഇൻ്റർനാഷണൽ മാർക്കറ്റ് മസ്റ്റ് ഹാവ് ത്രോ നോളജ് അബൌട്ട് ദി കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ് ഓഫ് ദ കൺട്രി വേർ ദേ ആർ ഓപ്പറേറ്റിംഗ് ദി ബിസിനസ്. ട്രഡീഷൻസ് എന്നതിന് എക്സാമ്പിളാണ് ഇപ്പോൾ ക്രിസ്മസ് എന്ന ടൈംസിലൊക്കെ ആണെങ്കിൽ
നമ്മൾ ക്രിസ്മസ് എന്നൊരു ട്രീസ് ഉണ്ടാക്കും, സ്റ്റാർസ് തൂക്കും. ഇതൊക്കെ ഒരു ട്രഡീഷണൽ എക്സാമ്പിളാണ്. അതായത് ഇന്ത്യയിൽ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ഫെസ്റ്റിവലാണ് ദീപാവലി. ഈ സമയത്തായിരിക്കും കൂടുതലൊന്നും ഫ്രൂട്ട്സും സ്വീറ്റ്സും ഒക്കെ ആവശ്യമായി വരുന്നത്. ഏതൊക്കെയാണ് ഓരോ കൺട്രിയിൽ അവിടുത്തെ കസ്റ്റംസ്, ട്രഡീഷൻസ് എന്നല്ല അവരെങ്ങനെയാണ് അത് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നല്ല ബിസിനസ്മാൻ അനലൈസ് ചെയ്തിരിക്കണം. Language. The world has more than 6,000 languages, and this can create a lot of problems in designing, advertising, and campaigns and products labels. Language are essential to connect and develop new relationship with the future potential business partners, customers, friends, or great contract sources. This will also retain the market from giving a misleading advertisement and other promotional effort. Language makes effective social interaction possible and influences how people conceive of concepts and objects. നമ്മുടെ വേൾഡിൽ തന്നെ 6000-ലധികം ഭാഷകളുണ്ട്. അപ്പോൾ ഒരു പ്രൊഡക്ട്സിനെ കുറിച്ച് നമ്മൾ ഒരു പ്രൊമോഷൻ നടത്തുന്നു, ഒരു അഡ്വർടൈസ്മെൻറ്റ് നടത്തുമ്പോൾ ഒരു ഭാഷയിൽ മാത്രമാണ് നടത്തുന്നതെങ്കിൽ അത് മറ്റുള്ള ജനങ്ങളിലേക്ക് എത്തണമെന്നില്ല. ഇപ്പോൾ ഇന്ത്യയിൽ ഒരു പ്രൊഡക്ട്സിൻ്റെ ബിസിനസ് ആരംഭിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഒരുപാട് ഭാഷകളുണ്ട്. അപ്പോൾ എല്ലാ ഭാഷകളിലേക്കും ഈ പ്രൊഡക്ട്സിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് എത്തിച്ചാൽ മാത്രമേ സക്സസ് ഉണ്ടാക്കുവാൻ വേണ്ടി എല്ലാ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ജനങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നെങ്കിൽ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ ഭാഷകൾ ഏതൊക്കെയാണ് എന്ന്, ഓരോ കൺട്രിയിലെ ഭാഷകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയിരിക്കണം. Aesthetics. Aesthetic refers to the appearance of something, particularly in relation to its beauty. It is a term that predominantly refers to visual elements, and it can vary across cultures. The international market need to make their advertisement in good taste. The brand package must also look aesthetically sound depending upon the nature of a target audience. The size and shape of the products should not be large when the customers are likely to prefer a contract shape and size of the product. എന്താണ് എസ്തെറ്റിക്സ്? എസ്തെറ്റിക് എന്ന് വെച്ചാൽ അപ്പിയറൻസ് ആണ്. ഒരു പ്രൊഡക്ട്സിൻ്റെ ലേബലിംഗ്, പാക്കേജിങ് തുടങ്ങിയൊക്കെ എന്തായിരിക്കണം? കസ്റ്റമേഴ്സിനെ ആകർഷിക്കുന്ന രീതിയിലായിരിക്കണം. ഇപ്പോൾ ഓരോ സൊസൈറ്റിയിലും അവർക്ക് ഓരോ പ്രൊഡക്റ്റിൻ്റെ ഷേപ്പ് ആയാലും പാറ്റേൺ ആയാലും ടെക്സ്ചർ ആയാലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇഷ്ടങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. അവരെങ്ങനെയൊക്കെയാണ് അട്രാക്റ്റ് ചെയ്യുവാൻ, ഏതൊക്കെ രീതിയിൽ അഡ്വർടൈസ്മെൻറ്റ്, പാക്കേജിങ് നടത്തിയാലാണ് ഇവരെ ആകർഷിക്കുവാൻ സാധിക്കൂ എന്ന് ബിസിനസ്മാൻ അനലൈസ് ചെയ്യണം. Education can initiate social change by bringing about change in the outlook and attitude of a man. It brings change in the pattern of social relationship, and thereby it may cause social cultural changes. The changing purpose of education is to change man and his life and lifestyles. The level and nature of educational level in each market varies. This may impact the message or even the medium that is employed. എഡ്യൂക്കേഷൻ ലഭിച്ചിട്ടുള്ള പീപ്പിൾസും എഡ്യൂക്കേഷൻ ലഭിക്കാത്തവരും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടാകും. ഇപ്പോൾ ലിറ്ററേറ്റ് ആയിട്ടുള്ള പീപ്പിൾ പ്രൊഡക്റ്റിൻ്റെ മേൽ മോർ കോൺഷ്യസ് ആയിരിക്കും. അവർ കൂടുതൽ ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും പ്രിഫർ ചെയ്യുക. ഇപ്പോൾ ഓരോ സൊസൈറ്റിയിലും ചിലപ്പോൾ ഒരു സൊസൈറ്റി ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും കൂടുതൽ, ചിലപ്പോൾ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും കൂടുതൽ. എങ്ങനെയാണ് ആ സൊസൈറ്റിയിലുള്ളവർ, അവരുടെ എഡ്യൂക്കേഷൻ ലെവൽ ഏതൊക്കെയാണ്, ഏത് രീതിയിലാണ് എന്ന് മനസ്സിലാക്കിയിരിക്കണം. Social system. A social system is an organization of individuals or group that have different function, characteristics, origin or status. A social system must be broken down into small sections like family group, races, religion, gender, income group and social classes. The demographic decisions can be used by the international marketing department of a business to better target their promotional and sales effort.
സോഷ്യൽ സിസ്റ്റം എന്ന് വെച്ചാൽ ഒരു ഇൻഡിവിജ്വൽസിൻ്റെ അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ ഒരു ഓർഗനൈസേഷനാണ്. സോഷ്യൽ സിസ്റ്റത്തെ തന്നെ ഫാമിലി ആയിട്ടും ജെൻഡറായിട്ടും ഇൻകം ഗ്രൂപ്പ്സ് ആയിട്ടും എല്ലാം ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസിഫൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഫാമിലിയിൽ തന്നെ എടുക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ്, ഇപ്പോൾ ലോണ്, ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയൊക്കെ എടുക്കുക മെയിൽസ് ആയിരിക്കും. ഫുഡ് ഐറ്റംസ് തുടങ്ങിയ ഡിസിഷൻസ് ഒക്കെ എടുക്കുക ഫീമെയിൽസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ബിസിനസ്മാൻ അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം ഹൂ വിൽ ടേക്ക് സച്ച് അതിന് ഡിസിഷൻ. ഇതാണ് സോഷ്യൽ സിസ്റ്റത്തിൽ വരുന്നത്. നോംസ്. കൾച്ചർ ഡിഫേഴ്സ് വൈഡ്ലി ഇൻ ദർ നോംസ് ഓർ സ്റ്റാൻഡേർഡ്സ് ആൻഡ് എക്സ്പെക്റ്റേഷൻ ഫോർ ബിഹേവിയർ. കൾച്ചറൽ നോംസ് are the shared values, beliefs and customs that influence behavior and practices of people. Because the norms differ from region to region, they can impact how a business operates in the international or global market. കൾച്ചറൽ നോംസ് എന്ന് വെച്ചാൽ നമ്മുടെ ഷെയർഡ് വാല്യൂസ്, ബിലീവ്സ്, കസ്റ്റംസ് തുടങ്ങിയൊക്കെയാണ്. ഓരോ കൺട്രിയിൽ നിന്നും മറ്റൊരു കൺട്രിയിലേക്ക് വരുമ്പോൾ മറ്റൊരു സൊസൈറ്റിയിലേക്ക് വരുമ്പോഴൊക്കെ ഈ നോംസ് വളരെയേറെ ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ടല്ല ഇതെങ്ങനെയാണ് ഇതിൻ്റെ വ്യത്യസ്തതകളെല്ലാം ബിസിനസ്മാൻ അനലൈസ് ചെയ്തതിനു ശേഷം മാത്രമേ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. Non-verbal symbols. Understanding the non-verbal symbols all over the world is also a prerequisite for success in international business. ഓരോ കൺട്രിക്കും ഓരോ സ്റ്റേറ്റിന് അവർക്ക് അവരുടേതായിട്ടുള്ള ചില നോൺ വെർബൽ സിമ്പിൾസ് ഉണ്ട്. ഇപ്പോൾ ചിലയിടത്ത് നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ മറ്റുള്ളവരെ അഭിസംബോധന ചെയ്യുമ്പോൾ നമ്മൾ കൈകൂപ്പും. ചില കൺട്രീസിലൊക്കെയാണ് ഷേക്ക് ഹാൻഡ് കൊടുക്കും, ചിലയിടത്ത് ഹഗ് ചെയ്യും. അപ്പോൾ അവരുടെ ഓരോ കൺട്രിയിലെ നോൺ വെർബൽ സിമ്പിൾസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിരിക്കണം. Gestures like movement of hands, arms or other part of the body are meant to convey certain ideas or emotion. However, the same gesture can mean one thing in one society and something quite different in another society. ഇപ്പോൾ ഒരു കൈ കൊണ്ടുള്ള ആംഗ്യം അതിൻ്റെ ജസ്റ്റർ ഒരു സൊസൈറ്റിയിൽ നിന്നും മറ്റൊരു സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ ഒരേ ആംഗ്യം തന്നെ ആയിരിക്കും, ജസ്റ്റർ തന്നെയായിരിക്കും, ബട്ട് അതിൻ്റെ അർത്ഥങ്ങൾ തമ്മിൽ എന്നൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ അർത്ഥ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഒരു ബിസിനസ്മാൻ ഏത് സൊസൈറ്റിയിലാണോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ നോൺ വെർബൽ സിമ്പിൾസ് എന്തൊക്കെയാണെന്ന് അനലൈസ് ചെയ്യണം. Cross-culture solution for international business. Different cultures and cultural background between workers bring with it obstacles, challenges and difficulties. Cross-culture variations manifest in general areas like in behavior and etiquette, norms, values, expressions and non-verbal communication. Careful handling of cross-culture difference is essential for achieving success in international business. International businessൽ നമുക്ക് സക്സസ് കൈവരിക്കണമെങ്കിൽ ഓരോ കൺട്രീസിലുമുള്ള ഓരോ സ്റ്റേറ്റിലുമുള്ള കൾച്ചറൽ ഡിഫറൻറ്റ് നമ്മൾ അനലൈസ് ചെയ്ത് മാത്രമേ നമുക്ക് ബിസിനസ്സിൽ സർവൈവ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് സോഷ്യോ കൾച്ചറൽ എൻവയോൺമെൻറ്റിൽ പറയുന്നത്. താങ്ക് യു.